ഹായ് ഹലോ, ഞാൻ നിംസ് നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിനു മുന്നേ എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ടു കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സ് കാർഡാണ്. 5 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിനെയാണ് കാണിക്കുന്നത്, ഒരു ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത്, ബ്രോക്കൺ ഹേർട്ടിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അവരുടെ മനസ്സിനെ ഒത്തിരി തളർത്തിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ രാത്രി കാലങ്ങളിലായിരിക്കണം കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വരുന്നത്. ഇവിടെ നോക്കൂ, 4 കപ്സ് അവർക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരുടെ വലതു കൈയിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളോടുള്ള കരുതലാണ്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കില്ലെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിന് അത്രത്തോളം പെയിൻ ഉണ്ടാക്കിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് 5 ഓഫ് കപ്സ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് 8 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഫീലിങ്സ് സ്റ്റക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളെ അവരുടെ കണ്ണ് കെട്ടിയ അവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഫീലിങ്സ്, അവരുടെ വേദനയൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഈ കാർഡ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പോലെ വിഷമമൊന്നുമില്ല, അവർ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നതെന്ന്. അങ്ങനെയല്ല, അവരവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവരുടെ വേദനകളെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഈ കാർഡ്സിൽ പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹീലായിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. ഇവിടെ തേർഡ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡിൽ ഞാൻ പറഞ്ഞു മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ ഈ ഒരു സിറ്റുവേഷൻ വരാൻ കാരണമെന്ന്. അതിൽ ഈ തേർഡ് കാർഡ് നോക്കിയാൽ മനസ്സിലാവും ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ട്. ആ വ്യക്തിയുടെ പ്രവൃത്തിയും ഇടപെടലുമാണ് നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരാനായിട്ട് കാരണമെന്ന് യൂണിവേഴ്സ് പറയാണ്. ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളുടെ പേഴ്സൺ കേട്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത്, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. എന്നാൽ ഫോർത്ത് കാർഡ് പറയുന്നത് 9 ഓഫ് വാൻഡ്സ് കാർഡാണ്. അവരുടെ ചിന്തയാണ്. ഇവിടെ നോക്കൂ, 8 വാൻഡ്സിനെയാണ് കാണിക്കുന്നത്. 8 വാൻഡ്സ് ഇങ്ങനെ അവർക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു വാൻഡ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തെയാണ് മീൻ ചെയ്യേണ്ടത്. ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ ആലോചിച്ച് അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മാറിയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ട് അവർ സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചതെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊക്കെ വ്യക്തികളാണോ നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചെങ്കിൽ ആ ഒരു കാര്യം റിയലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അവരെ തന്നെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ ചെയ്ത തെറ്റിനെ തിരുത്താനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അവരെ തന്നെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് 9 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. ഇവിടെ 5th കാർഡ് പറയുന്നത് എംപ്രസ് ആണ്. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഗോഡസിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയാണ് നിങ്ങളോട് അവർക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എൻഡിങ്ങിലാണ് കാണിക്കുന്നത്. എന്നാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ ഒരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. ആരൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇടപെട്ടതെങ്കിൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവർക്ക് കൂടുതൽ ലവ് ഫീൽ ചെയ്യുന്നത്, ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീബർത്തിനെ ഈ കാർഡ് മീൻ ചെയ്യാം. അൺകണ്ടീഷണൽ ലവിനെ ഈ കാർഡ് മീൻ ചെയ്യാം. നിങ്ങളെന്ന വ്യക്തിയാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അടുത്താണ് അവർ സേഫ് എന്ന് പറയില്ലേ? ഒരു കുഞ്ഞ് ആരുടെ അടുത്താണ് സേഫ് ആവുക? അവരുടെ പാരൻസിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാതെയാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. ഈ ഒരു ഡിസ്റ്റൻസ്, അവർക്ക് വന്നിട്ടുള്ള ലോസ് ഒക്കെ അവർ റിയലൈസ് ചെയ്യാണ് നിങ്ങളൊരു എംപ്രസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന, നിങ്ങളാണ് അവരുടെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണ് അവർക്ക്. ഇവിടെ നെക്സ്റ്റ് കാർഡ് നോക്കൂ. ദ ഹെർമിറ്റ് ആണ്. ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് മനസ്സിലാവാണ് അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന്. അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നുണ്ട്. അവർക്ക് വരുന്ന പോസിറ്റീവിനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അവരെന്ന വ്യക്തിയിലെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സോൾ സെർച്ചിങ്ങിനെയാണ്. അവരുടെ ആത്മാവിനെ അവർ അന്വേഷിക്കുകയാണ്. അത് എവിടെയാണുള്ളത്? നിങ്ങളിലല്ലേ ഉള്ളത്. നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു വൈബ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതുപോലെ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഓർമ്മകളിലൂടെ യൂണിവേഴ്സൽ സറണ്ടർ ആവുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ദ ഹെർമിറ്റ് കാർഡ് മീൻ ചെയ്യേണ്ടത്. അവർ പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവർക്ക് വരാൻ പോകുന്ന ബെറ്റർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുന്ന, യൂണിവേഴ്സിൽ അവനവനെ തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഹെർമിറ്റ് കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് നോക്കൂ. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രോസ്പെരിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മാറ്റം വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹവും കരുതലും അവർ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയാൻ പോകുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സിനെയാണ് ഈ കാർഡ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്കൊക്കെ ഇതൊരു മാരേജിലേക്ക് എത്താനുള്ള ചാൻസിനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നു, ഒരു കമ്മിറ്റ്മെന്റ് തരുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാൺസ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു കാര്യം സാധ്യമാകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന സന്തോഷത്തെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കറേജ് കൈവരിച്ചൊരു വ്യക്തിയുടെ എനർജി. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചൊരു കാര്യം നമുക്ക് സാധ്യമാകുമ്പോൾ നമ്മൾ എങ്ങനെ സന്തോഷിക്കുക? ആ ഒരു സന്തോഷം തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യേണ്ടത്. നിങ്ങളെന്ന വ്യക്തി അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് നിങ്ങളൊരു ഡ്രീം കാണുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ടില്ലേ? യൂണിവേഴ്സ് എൻ്റെ കാര്യം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു, എൻ്റെ ഈ ഒരു കാര്യം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു ഇല്ലേ? ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സിന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, വരുന്നു. ആ ഒരു സക്സസ്, സന്തോഷം, അത് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്? ആ ഒരു കാര്യത്തിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഒരുങ്ങുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ ഒന്ന് എടുക്കാം. ഇവിടെ 4 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് എന്നാണ്. ഓഗസ്റ്റ് മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് കാർഡ് ഇൻ 18 days എന്നാണ് പറയുന്നത്, 18 ദിവസം. തേർഡ് കാർഡ് പറയുന്നത് ഓൺ എനി ഫ്രൈഡേ എന്നാണ്. ഈ വരുന്ന ഫ്രൈഡേയോ നെക്സ്റ്റ് ഫ്രൈഡേയോ അതിനുള്ളിൽ. ഫോർത്ത് കാർഡ് പറയുന്നത് ഇൻ 27 days എന്നാണ്, 27 ദിവസം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലയളവിനെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജീസ് എല്ലാവരും ഒരുപോലെയല്ല.
ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ എനർജിയും ഡിഫറെൻ്റ് ആണ്. ഈ 4 കാർഡ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ഡേറ്റ്, ആ ഒരു കാർഡിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അട്രാക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഇനി ഞാൻ ഈ റീഡിംഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം നിംസ്.